പിണറായി വിജയനെ നനഞ്ഞ കോഴി എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ജി സുധാകരൻ സഖാവാണ്. വളരെ വളരെ കൃത്യമായ ഒരു വിശേഷണമായിരുന്നു പിണറായിയെ സംബന്ധിച്ചിടത്തോളം. പിണറായിക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ടല്ലോ, ഈ സഖാക്കന്മാർ തന്നെ. അതായത് പിണറായിക്ക് ജയ് വിളിച്ച് നടക്കുന്ന പിണറായിയുടെ അടിമക്കൂട്ടം, ഭക്തജന സംഘം, ഫാൻസ് അസോസിയേഷൻ, ഇവരൊക്കെ പിണറായിയെ ഒരുപാട് വിശേഷണങ്ങൾ പിണറായിക്ക് നൽകിയിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് അതിലെ ഏറ്റവും പ്രശസ്തമായത് കാരണഭൂതമെന്നാണ്. കാരണഭൂതം അല്ലെങ്കിൽ കാരണഭൂതൻ എന്ന് വിശേഷിപ്പിച്ചത് തിരുവാതിര കളിപ്പാട്ട് തയ്യാറാക്കിയ പൂവരണി നമ്പൂതിരിയാണ്. അറിയാലോ, വളരെ പ്രശസ്തമായ 502 510 സഖാത്തിമാർ വട്ടം കൂടി കളിച്ച ആ തിരുവാതിര കളിയിലാണ് പിണറായി വിജയനെ കാരണഭൂതൻ എന്ന് വിശേഷിപ്പിച്ചത്. CPM എന്ന പാർട്ടി ലോകമെങ്ങും ഇങ്ങനെ അതിന്റെ ഖ്യാതി പരത്തുന്ന പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ടായിരുന്നത്. അങ്ങനെ പിണറായി വിജയൻ ആരായി മാറി? കാരണഭൂതമായി മാറി. അതിന്റെ ഇടയിലാണ് നമ്മുടെ സുധാകരൻ സഖാവ് നനഞ്ഞ കോഴി എന്ന് വിശേഷിപ്പിച്ചത്. നനഞ്ഞ കോഴി തന്നെയാണ്, നനഞ്ഞ കോഴിയാണ്. കാരണം നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായതിനു ശേഷം പിണറായി പ്രതിപക്ഷ നേതാവായത് എങ്ങനെ എന്നുള്ളത് നാട്ടിൽ പാട്ടാണല്ലോ. പിണറായിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടാണ് അവസാനം PBയിലെ 7 അംഗങ്ങൾ എതിർത്തിട്ടും പിണറായിന്റെ വോട്ട്, പിന്നെ വിജയരാഘവന്റെ വോട്ട്, പിന്നെ ഗോവിന്ദന്റെ വോട്ട്, പിന്നെ നമ്മളെ ബേബി സഖാവിന്റെ വോട്ടും, അങ്ങനെ പിണറായി ഫാൻസ് അസോസിയേഷൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയത്. വേറെ ആരുമില്ല പാർട്ടിയിൽ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഈ തൂക്കല് പിടിച്ച കോഴിയെ പോലെ, ആ നനഞ്ഞ കോഴി എന്ന് പറഞ്ഞാൽ തൂക്കല് പിടിച്ച കോഴി ഒക്കെ ഒന്ന് തന്നെ, ആ രീതിയിലാണ് പിണറായിയുടെ പ്രവർത്തനം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മറ്റൊരു ഏറ്റവും രസകരമായ ഒരു കാര്യമാണ്. ഈ കോഴിനെ നിലാവത്തിട്ട കോഴി എന്ന് നമ്മൾ കേട്ടില്ലേ? നനഞ്ഞ കോഴി അവിടെ നിൽക്കട്ടെ, ഈ നനഞ്ഞ കോഴി നിലാവത്ത് ഇറക്കി വിട്ടാൽ തയ്യ. നിലാവത്ത് ഇറക്കി വിട്ട കോഴി എന്ന് പറഞ്ഞാൽ കോഴിക്ക് ഒരു എത്തും പിടി കിട്ടിയില്ല. ഈ നിലാവത്ത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് പകലാണോ രാത്രിയാണോ എന്ത് സ്ഥലം എന്ന് പറയാതെ കോഴി ഇങ്ങനെ വട്ടം ചുറ്റും. കോഴി ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ നടക്കും, തേരാപ്പാര നടക്കും, അങ്ങനെയാണ് പറയാ, തേരാപ്പാര നടക്കുന്ന കോഴി. ഏതാണ്ട് ആ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ പിണറായി വിജയന്റെ. എന്ത് ചെയ്യാനാണ് ഈ മനുഷ്യൻ അല്ലേ? എന്തൊക്കെ പ്രതാപശാലിയായ മനുഷ്യനായിരുന്നു. ആ നവകേരള ആ ബസ് ഇങ്ങനെ പോകുമ്പോ മൂപ്പർക്ക് ആ 2 പടി, നവകേരള ബസിന്റെ 2 പടി ഇറങ്ങാൻ ബസ്സില് ലിഫ്റ്റ്. മൂപ്പരെ മറ്റേ വീട്ടില് ഔദ്യോഗിക വസതിയില് ലിഫ്റ്റ് വേറെ ഉണ്ട്, അതായിക്കോട്ടെ വിചാരിക്കാം. ഇത് ബസ്സിന്ന് ഇറങ്ങാൻ ലിഫ്റ്റ് 2 അടി മൂപ്പർക്ക് താഴ്ത്ത് ഇറക്കിക്കൂടാ. ഇനി ബസ് കണ്ട് സ്റ്റേജിന്റെ അടുത്തേക്ക് വരണം. ഇതിനു വേണ്ടിയിട്ട് എത്ര സ്കൂളിന്റെ മതിലാണ് പൊളിച്ച് തള്ളിയെന്നറിയാം. 45 വാഹനങ്ങളുടെ അകമ്പടി, ആംബുലൻസ്, പാറ്റൺ ടാങ്ക് പറയണ്ട, ഹെലികോപ്റ്റർ കണ്ടത്തിൽ നിർത്തിയിട്ട ഹെലികോപ്റ്റർ, നീന്തൽക്കുളം, എന്തൊക്കെയായിരുന്നു. എല്ലാം പോയില്ലേ. ഇപ്പം ആർക്കും പുല്ലിന്റെ വിലയാണ് ഇപ്പോ പിണറായി വിജയൻ. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ മൂപ്പര് ഇവിടെ പോയതായിരുന്നു PB യോഗത്തിൽ പങ്കെടുക്കാൻ. PB യോഗത്തിന്റെ കഥ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാട്ടോ. PB യോഗത്തില് പിണറായിയെ വലിച്ചു കീറി PB അംഗങ്ങൾ നേരത്തെ തന്നെ കലിപ്പിലായിരുന്നു എന്ന് പറഞ്ഞാൽ 7 PB അംഗങ്ങൾ പിണറായിക്കെതിരെ വോട്ട് ചെയ്തിരുന്നു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റില്ല എന്ന് ചരിത്രത്തിൽ ആദ്യമായി PBയുടെ 7 അംഗങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, കഴിഞ്ഞ 10 വർഷം ഈ PBക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തതും ഇവർക്ക് തിന്നാനും കുടിക്കാനും അർമാദിക്കാനും ഒക്കെ വഴിയൊരുക്കിയത് പിണറായി വിജയൻ കേരളത്തിൽ നിന്നാണ്. വേറെ ഒരു ഗതിയില്ല. അങ്ങനെ പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലം സംരക്ഷിച്ച PB അംഗങ്ങൾ തന്നെ ഇയാളെ ഇനിയും സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 10 കൊല്ലം മിണ്ടാതിരുന്നത് ഇയാളാണല്ലോ ഞങ്ങൾക്ക് ചെലവിന് തരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇനി വേണ്ട. അതുകൊണ്ട് കാരണഭൂതം ഇനി പ്രതിപക്ഷ നേതാവ് കൂടി ആവണ്ട എന്നായിരുന്നു PBയിലെ 7 അംഗങ്ങൾ. ഒരാളന്ന് ഈ വോട്ടെടുപ്പിന്റെ സമയത്ത് ഒരംഗം അവിടെ വന്നിരുന്നില്ല. അങ്ങനെയാണ് 10 ആൾക്കാർ അനുകൂലമായി വോട്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ആൾക്കാരിൽ 4 വോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ ഭക്തജനസംഘാണ്. അതായത് A വിജയരാഘവൻ, അപ്പഗോവിന്ദൻ, MA ബേബി, പിന്നെ മൂപ്പരും കാരണഭൂതവും. അങ്ങനെ ഈ 4 ആൾക്കാരുടെ വോട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇയാൾ ഇവിടെ കയറില്ല, പ്രതിപക്ഷ നേതാവ് ആയി ഇരിക്കില്ല.
അങ്ങനെ ഇന്നത്തെ പി ബി യോഗം ഇന്നലെ സമാപിച്ചു കഴിഞ്ഞപ്പം അതില് അതായത് നേതാക്കന്മാരുടെ പാർലമെന്ററി വ്യാമോഹത്തെ അതിനിശ്ചിതമായി വിമർശിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർലമെന്ററി വ്യാമോഹം ഉള്ളത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇയാൾ 82 വയസ്സായിട്ടും ഇപ്പോഴും ഇയാൾക്ക് അധികാരത്തോടുള്ള ലഹരി അല്ലേ, അധികാരത്തോടുള്ള ലഹരി. എന്നാ മാത്രല്ലേ മോക്കിങ്ങനെ മാസപ്പടിയൊക്കെ കിട്ടുള്ളൂ. മാസപ്പടി മോനിന് എന്തൊക്കെയാണ് കിട്ടുന്നത് പുറത്ത് വരാൻ വേണ്ടി പോകുന്നു. ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതിന്റെ അന്വേഷണം ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു കാര്യം. അപ്പോ ഈ പിണറായിക്കെതിരെ PBയിൽ ഉയർന്ന അതിനിശ്ചിതമായ വിമർശനങ്ങള്, പാർലമെന്ററി വ്യാമോഹം, പിന്നെ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം. അതാണ് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ബോർഡ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വെച്ച് ജനങ്ങളാകെ പുറത്തിറങ്ങി കാണുന്നത് ഈ അപശകുനം പിടിച്ച ഇവന്റെ മോന്തയാണ് അല്ലേ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. എന്തായാലും ഫുൾ ഫിഗർ വെച്ചില്ല, തലയാണ് വെച്ചത്. ഈ തല കണ്ടപ്പോൾ തന്നെ ആൾക്കാർ മനസ്സിലാക്കി എന്തായാലും ഇയാൾക്ക് വോട്ടില്ല. അപ്പോഴാണ് പറഞ്ഞത് ഞാനല്ലാതെ മറ്റാരുണ്ട്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു, ഇയാളല്ലാതെ വേറെ ആരാ ഉള്ളത്. അപ്പൊ മനസ്സിലായി ഇയാളല്ലാതെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയാണ് UDFനെ അധികാരത്തിൽ എത്തിച്ചത്. അപ്പം പിണറായി വിജയന്റെ മണ്ടക്ക് ഈ നമ്മുടെ PB യോഗത്തില് നല്ല അടിയാണ് കൊടുത്തത്. ബേബി കണ്ണും പൂട്ടി അടിച്ചു എന്നാ പറയുന്നത് കേട്ടോ. ഇയാളെ കാരണം ബാക്കി PB അംഗങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പം ദേശീയ സെക്രട്ടറി കണ്ണും പൂട്ടി പിണറായിയുടെ മണ്ടക്ക് തന്നെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരാജയത്തിലുള്ള കാരണം മൂപ്പര് അപ്പോഴത്തേക്ക് ഈ അപ്പംഗോവിന്ദനും ആൾക്കാരും തയ്യാറാക്കിയ ഈ ഇവരുടെ റിപ്പോർട്ടായിട്ടാണ് വന്നത്. ഏത് റിപ്പോർട്ട്? അതായത് എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ റിപ്പോർട്ടായിട്ടാണ് അപ്പംഗോവിന്ദനും ടീമും അവിടെ എത്തിയത്, PBയിൽ എത്തിയത്. അപ്പം തന്നെ PB അംഗങ്ങൾ പറഞ്ഞു ഇത് അലമ്പ് റിപ്പോർട്ടാണ്, നിങ്ങൾ തട്ടിക്കൂട്ടിയ റിപ്പോർട്ടാണ്, ഇതൊന്നല്ല വേണ്ടത്, ഞങ്ങളെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ ബ്രാഞ്ചിലും ലോക്കലിലും ഏരിയയിലും ഈ 14 ജില്ലാ കമ്മിറ്റികളിലും അവിടെ ഉയർന്ന ഈ കാരണഭൂതത്തെ മാറ്റണം, അപ്പംഗോവിന്ദനെ മാറ്റണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നിങ്ങൾ കൊണ്ടുവന്ന ഈ റിവ്യൂ റിപ്പോർട്ടിൽ ഇല്ല. പിന്നെ എന്തിനാണോ അപ്പംഗോവിന്ദ ഈ റിപ്പോർട്ടായിട്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറയണം. നിങ്ങൾ പിന്നെ എന്തിനാ ഈ താഴെത്തട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് ഈ അഭിപ്രായം പറയിപ്പിച്ചത്? വല്ല കാര്യം ഉണ്ടെങ്കിലും നിർഭയമായി അഭിപ്രായം പറയാൻ പറഞ്ഞിട്ട് പാവങ്ങൾ അഭിപ്രായം പറഞ്ഞു. തോൽവിക്ക് ഒരൊറ്റ കാരണമേ ഉള്ളൂ. തോൽവിക്ക് കാരണം എന്താണ്? ഈ നേതാക്കന്മാര് എന്ന് പറഞ്ഞാൽ ആര്? പിണറായി വിജയനും അപ്പംഗോവിന്ദനും, ഈ രണ്ടാൾക്കാർ. പിന്നെ കുറെ ജില്ലാ സെക്രട്ടറിമാർ, പെട്ടിതൂക്കികൾ, നക്കിത്തീനികൾ, പറ്റിത്തീനികൾ, അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. കോഴിക്കോട്ടെ മെഹബൂബ്, കണ്ണൂരിലെ രാകേഷ്, പിന്നെ ഞാൻ ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല. ഓരോരുത്തരും ഈ ഒന്നിനൊന്ന് എന്താ പറയാ ദുഷിപ്പുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നിനൊന്ന് മോശക്കാരൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒക്കെ തോൽവികളാണ്. ഇമാതിരി ജില്ലാ നേതാക്കന്മാര്, സംസ്ഥാന നേതാക്കന്മാര്, പിന്നെ പറയാനുള്ള ഒക്കെ കഴിയാൻ നന്നാവാത്ത സാധനങ്ങൾ. പിന്നെ നിങ്ങൾ തോൽക്കൂലടോ എന്നാണ് PB അംഗങ്ങളൊക്കെ ചോദിച്ചത്. ഗോവിന്ദന് മിണ്ടാട്ടില്ല, കാരണഭൂതം അങ്ങനെ തലയും താത്തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളിനല്ലേ. അങ്ങനെ ഇവരെങ്ങനെ ഊപ്പാടിറക്കി ആര്? ഈ PB അംഗങ്ങൾ. ഇതിന്റെ ഒക്കെ ഷോക്കിലാണ് മൂപ്പര്. PB യോഗം തീരുന്നതിന് മുമ്പ് മൂപ്പര് സ്ഥലം വിട്ടിട്ട് മൂപ്പര് കേരള ഹൗസിൽ പോയിങ്ങാണ്ട് ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് മൂപ്പര് നേരെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. ആര്? കാരണഭൂതം. മൂപ്പർക്ക് അപ്പോഴത്തേക്ക് 2:30 മണിക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഉണ്ട്, അതിലാണ് ടിക്കറ്റ് എടുത്തത്. 2:30 മണിക്ക് ഇൻഡിഗോ ഫ്ലൈറ്റ് നേരെ കോഴിക്കോട്ടേക്ക്. അങ്ങനെ മൂപ്പര് തീരുമാനിച്ചു ഇൻഡിഗോ ഫ്ലൈറ്റ് കയറി കോഴിക്കോട്ടേക്ക് എത്താം എന്ന് വിചാരിച്ചിട്ട് മൂപ്പരെ ഈ കേരള ഹൗസിലെ പ്രോട്ടോകോൾ ഓഫീസർ, അവിടുത്തെ പ്രോട്ടോകോൾ ഓഫീസർ, അതാണ് അതിന്റെ ഒരു ചട്ടം. പ്രോട്ടോകോൾ ഓഫീസർ ഈ മാരണത്തെ കൊണ്ടിട്ട് എങ്ങോട്ട് പോവുക? ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവിടെയാണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുത്തെ ഇൻഡിഗോ അധികൃതരോട് പറഞ്ഞു, കാരണഭൂതത്തെ ഇവിടെ എത്തിച്ചിരിക്കണം കേട്ടോ, ഇനി മൂപ്പരെ എവിടെ എത്തിക്കണം? കോഴിക്കോട്ട് എത്തിക്കണം, വിമാനം വരുന്നുണ്ട്, 2:30 വിമാനം എന്ന് ആരോടും പറഞ്ഞു. ഈ ഇൻഡിഗോ അധികൃതരോടും പറഞ്ഞ് പ്രോട്ടോകോൾ ഓഫീസർ തിരിച്ചുപോയി. പിണറായി വിജയന്റെ കൂടെ, കാരണഭൂതത്തിന്റെ കൂടെ അയാളുടെ സെക്രട്ടറി ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. എന്തായാലും സ്ഥിതി എന്താണെന്നറിയോ? ഇയാള് വിമാനത്താവളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ നനഞ്ഞ കോഴി നിലാവത്ത് ഇറക്കി വിട്ടാൽ എന്തുണ്ടാവും? ഇയാൾ ഇങ്ങനെ വിമാനത്താവളത്തിൽ തെരപ്പാര നടക്കുകയാണ്. ഇയാളിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ ഇൻഡിഗോ വൈമാനിക അധികൃതരൊന്നും ഇയാൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇവിടെ ഏറ്റവും വലിയ വിവാദം എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോകോൾ ഓഫീസർ ഇൻഡിഗോ അധികൃതരെ അറിയിച്ചില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. പ്രോട്ടോകോൾ ഓഫീസർ പറയുന്നത് ഞാൻ ഇൻഡിഗോ ഓഫീസർമാരെ അറിയിച്ചിട്ടുണ്ട്, ഇതാ കൊണ്ടുവിട്ടിട്ടുണ്ട് ഇവിടെ, ഇനിയിപ്പോ ഇയാളെ കാര്യങ്ങൾ നോക്കിക്കോളി, വിമാനത്ത് കയറ്റി നിങ്ങൾ വിടിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രോട്ടോകോൾ ഓഫീസർ പറയുന്നത്. ഇൻഡിഗോ അധികൃതർ പറയുന്നത് ഇയാൾ വന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളൂ. ഇയാൾക്ക് അത്രയും വിലയുള്ളൂ.
പുല്ലിന്റെ വലിയും പോലും ഇല്ല. ഇയാൾ എന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇയാൾക്ക് ഒരു എന്താ പറയാ, ഒരു അത്തുമുത്തില്ലാത്ത ഒരു സാധനം ആരുടെ ചോദിച്ചു നോക്കണ്ടേ, ആരെങ്കിലും ചോദിക്കണ്ടേ? ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ വിമാനയാത്ര. അന്നൊക്കെ ഇയാൾക്ക് ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി, പരിവാരങ്ങൾ ഇങ്ങനെ ആനയിക്കും. അപ്പൊ ഇയാൾക്ക് അപ്പുറം ഒന്നും നോക്കണ്ട. ഇപ്പൊ ഇത് ഒറ്റക്കായിപ്പോയി ആരുമില്ല സഹായത്തിന്, ആരോടിട്ട് മിണ്ടാനും പറ്റിയില്ല. കാരണം ഇയാള് വർത്താനം പറഞ്ഞു തുടങ്ങിയാൽ ആരും ഇത് കേൾക്കുമല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇൻഡിഗോ വിമാനം പോയി. ഇയാളെ കയറ്റിയാൽ ആരും വിമാനത്തിന്റെ അടുത്തേക്ക് ഇയാളെ കൊണ്ടുപോയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇങ്ങനെ ഗതികെട്ട ഒരു CPM മുൻ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമുക്ക് അധികാരം നഷ്ടപ്പെടുമ്പോഴും ആളുകൾ നമ്മെ ആദരിക്കാന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഉമ്മൻചാണ്ടി അല്ലേ, ഉമ്മൻചാണ്ടി അധികാരമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഈ അവസാന അന്ത്യയാത്ര നമ്മളൊക്കെ കണ്ണു നിറഞ്ഞില്ലേ. ജനലക്ഷങ്ങളല്ലേ ആർപ്പുവിളികളോടെ അല്ലേ, നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ വേണ്ടി. അതാണ് ഒരു നേതാവിന്റെ എന്താ പറയാ, ഏറ്റവും വലിയ ഒരു നേതാവിന്റെ ഒരു ഹൃദയശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അണികളോട്, ജനങ്ങളോടുള്ള അവരുടെ ഹൃദയവായ്പാണ്, സ്നേഹമാണ്. എവിടെ പിണറായിക്ക് ആരോട് സ്നേഹം? പിണറായിക്ക് ലോകത്തിലാകെ സ്നേഹമുള്ളത് മോളോട്, മരുവനോട്, മോനോട്, പൊണ്ടാട്ടിനോട്. അതിന്റെ അങ്ങപ്പുറത്തേക്ക് ഒരാളോട് സ്നേഹമില്ല. അതല്ലേ കണ്ണിന്റെ മുന്നിന്നല്ലേ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയടിച്ച് പൊട്ടിച്ചത്. എന്നിട്ട് ഈ ദുഷ്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. മൂപ്പര് നടുവിലിരിക്കാണ്, റിവോൾവിംഗ് ചെയറാണ്. ആ ചെയർ ഇങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ തിരിയുന്ന പറയുന്നത്. അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് മൂപ്പര് ഇങ്ങനെ അർമാദിക്കുകയാണ്. അപ്പോഴാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ട ഇങ്ങനെ അടിച്ച് പൊട്ടിക്കണം. DYFIക്കാരും മറ്റു ഗുണ്ടകള് തലമണ്ടടിച്ച് പൊട്ടിക്കാണ്. ചെടിച്ചട്ടി കൊണ്ട്, ഹെൽമെറ്റ് കൊണ്ട് മൂപ്പരിങ്ങനെ കൈയടിച്ചിങ്ങനെ അടിച്ച് പൊട്ടിക്കടാ. അപ്പോഴാണ് പത്രലേഖകർ ചോദിച്ചത്, അല്ല ഇത് ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ പിണറായി പറഞ്ഞു, എന്താ സംഭവിച്ചത്? ഞാനിങ്ങനെ മുന്നിലിരിക്കുകയാണ്, ഞാനൊന്നും കണ്ടില്ല. പിന്നെ കുറെ ആൾക്കാർ വണ്ടിക്ക് മുമ്പിലേക്ക് ഇങ്ങനെ ചാടാൻ വന്നപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ പിടിച്ചു മാറ്റി. ആ ചെടിച്ചട്ടി കൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഇത് രക്ഷാപ്രവർത്തനമാണ്. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം എന്ന് കരിങ്കൊടി വീശുന്ന എതിർ പാർട്ടിക്കാരന്റെ തലമണ്ടടിച്ച് പൊട്ടിക്കുന്നതിനെ പിണറായി ഇട്ട പേരാണ് രക്ഷാപ്രവർത്തനം. അത് കഴിഞ്ഞിട്ടാണ് ഗൺമാൻമാരെ കൊണ്ട് അടിച്ചു പൊട്ടിച്ചത് നമ്മൾ എ ഡി തോമസിന്റെ തല. ആ എ ഡി തോമസ് ആണ് ഇപ്പൊ നിയമസഭയിൽ ഇരിക്കുന്നത്. അപ്പോ ഇതായിരുന്നു ഇയാൾ അർമാദിക്കൽ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ 2-3 ആഴ്ച കൊണ്ട് ഇയാളുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കിയാട്ടെ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ അല്ലേ. പണ്ട് പൂന്താരൻ നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്. അവസാനം ഗതികെട്ട് ഒരാള് പോലും പരിചയമുള്ള ആൾക്കാർക്കുണ്ടാവും, പരിഹസിച്ചിരിക്കണ്ടാവും. ഓ ദാ വന്നിട്ടുണ്ട് നമ്മളാ കാരണഭൂതം, ഇയാൾ എങ്ങോട്ടാ പോണ് എന്നൊക്കെ ആൾക്കാർ കമന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇയാൾ ഇങ്ങനെ നനഞ്ഞ കോഴിന്റെ വയരി, നിലാവത്തിട്ട കോഴിന്റെ വയരി ഇയാൾ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇൻഡിഗോ വിമാനം പോയി. പിന്നെ അടുത്ത വിമാനം വൈകുന്നേരം 7 മണിക്കാണ്, 7:30 കണ്ണൂരിലേക്കുള്ള വിമാനം. അവസാനം 5-5.5 മണിക്കൂർ. നിങ്ങൾ ആലോചിച്ചോക്കണം, ഈ മനുഷ്യൻ 5.5 മണിക്കൂർ നേരം ആ വിമാനത്താവളത്തിൽ ഇങ്ങനെ അലഞ്ഞ് തിരിയാണ്. ഇങ്ങനെ തന്നെ സംഭവിക്കണം വിജയ, സംഭവിക്കണം. ആരുടെയൊക്കെ പ്രാക്കാണുള്ളത്, ആ എ ഡി തോമസ് നിയമസഭയിൽ ഇയാളുടെ മുന്നിലിട്ടിട്ട് ഇയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ തെരുവോരങ്ങളിൽ എത്ര യുവാക്കളുടെ ചോരയാണ് വീണത് അല്ലേ. ഈ തെരുവോരങ്ങളിൽ ചോര വീണ യുവാക്കളുടെ അമ്മമാരുടെ ശാപമുണ്ട് വിജയ, ശാപം. അതാണ്. അപ്പോ ഇന്നലത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യമായിരുന്നു അല്ലേ, ഇങ്ങനെ ചക്രവർത്തിയെ പോലെ ഇവിടെ ഇവരുടെ അടിമക്കൂട്ടങ്ങൾ പാട്ടുപാടുന്നത്. പൂവരണി നമ്പൂതിരി ഒരു ഗാനം കൂടി 3-ാം തവണ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ പൂവരണി നമ്പൂതിരി എഴുതിനി, എന്താണ് പറയാ, ഈ കേരളം കടലിന്റെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നത് പരശുരാമനല്ല, പിന്നെ ആരാണ്? കാരണഭൂതം, കേരളത്തെ സൃഷ്ടിച്ച കാരണഭൂതം എന്നൊക്കെ ഒരു പാട്ട് പാടിയിരുന്നു. ഏതായാലും അതിനുള്ള ഭാഗ്യം പിണറായിക്ക് ഉണ്ടായില്ല. അത് നല്ല സഖാക്കന്മാർ തന്നെ അത് കെട്ടിപ്പൂട്ടി, ആ ആഗ്രഹം കെട്ടിപ്പൂട്ടി 4 മടക്കാക്കി പോക്കറ്റിലിട്ട് കൊടുത്തു. അപ്പൊ ഏതായാലും പിണറായി വിമാനത്താവളത്തില്
നനഞ്ഞ കോഴി നിലാവത്തിട്ട കോഴിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതായിരുന്നു സുഹൃത്തുക്കളെ ഇന്നലത്തെ മനോഹരമായ ദൃശ്യം. അതിന്റെ വാർത്ത മനോരമയിലിതാ ഒന്നാം പേജ് തന്നെ, മനോരമയുടെ ഒന്നാം പേജിൽ ആരും പറഞ്ഞില്ല വിമാനം പോയി പിണറായിയുടെ യാത്ര മുടങ്ങി നാണക്കേട്ട്. ഒരു മുൻ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയിട്ട് വിമാനം കയറാൻ പറ്റിയില്ല, ആരും പറഞ്ഞില്ല, ആരും ഇയാളെ മൈൻഡ് ചെയ്തില്ല. ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇയാളുടെ ഗതികേട്. ഈ മനുഷ്യരൊക്കെ ഇയാളിങ്ങ് ഒളിപ്പുള്ളവരാണെങ്കിൽ പിന്നെ പുറത്തിറങ്ങില്ല, ഒളിപ്പുള്ളവരാണെങ്കിൽ പുറത്തിറങ്ങില്ല കേട്ടോ. ഇയാളിഞ്ഞും വരും നിയമസഭയിൽ വന്നിരുന്നിട്ട് അറിയാലോ ഇയാളുടെ പ്രസംഗം. അപ്പൊ ആരും പറഞ്ഞില്ല വിമാനം പോയി പിണറായിയുടെ യാത്ര മുടങ്ങി, പരസ്പരം പഴിചാരി വിമാന കമ്പനിയും കേരള ഹൗസ് ഉദ്യോഗസ്ഥരും. പരസ്പരം കേരള ഹൗസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങള് വിമാന കമ്പനി മേധാവികളോട് പറയാൻ, അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല, ആര് പറഞ്ഞതാണ് ശരി, ആര് പറഞ്ഞതാണ് തെറ്റ്, ഇനി ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയാൽ ആര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്ന് ഈ പ്രോട്ടോകോൾ ഓഫീസറും പറയും, ഞങ്ങൾ കേട്ടില്ല എന്ന് ആരും പറയും, നമ്മുടെ ഇൻഡിഗോ വിമാന അധികൃതർ പറയും. രണ്ടു കൂട്ടരും മനഃപൂർവ്വം ഇയാൾ ഇങ്ങനെയൊക്കെ കുറച്ച് തിരിയട്ടെ. കുറെ ജനങ്ങളെ മുഴുവൻ കേരളത്തിൽ 10 വർഷം കേരളത്തിലെ ജനങ്ങളെ മുഴുവനും ഇമ്മാതിരി ദ്രോഹിച്ച മനുഷ്യനെ ഒരു 5-6 മണിക്കൂറൊക്കെ ഇയാൾ തിരിഞ്ഞു കളിക്കട്ടെ എന്ന് വളരെ കൃത്യമായി ഈ കേരള ഹൗസിലെ ഉദ്യോഗസ്ഥരും ഇൻഡിഗോയിലെ ഉദ്യോഗസ്ഥരും തീരുമാനിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ കുറ്റം പറയാനില്ല കേട്ടോ, കുറ്റം പറയാനില്ല. ആരായാലും ചെയ്തു പോയില്ലേ? നിങ്ങളത് ആലോചിക്കണം. നിങ്ങളാണ് ഈ കേരള ഹൗസിലെ ഉദ്യോഗസ്ഥർ, നിങ്ങളാണ് ഇൻഡിഗോ ഈ അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ചെയ്തു പോകൂലേ ഈ മനുഷ്യനോട്? അല്ലേ, ചെയ്തു പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ ഈ വാർത്ത എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കേരളത്തിലേക്കുള്ള വിമാനയാത്ര തടസ്സപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇന്നലെ ഉച്ചതിരിഞ്ഞ് 2:50 ഇൻഡിഗോ വിമാനത്തിൽ പോകാൻ ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ശേഷം ലോഞ്ചിൽ വിശ്രമിക്കുകയായിരുന്ന പിണറായി വിജയനും സെക്രട്ടറിയും വിമാനം പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന വിവരം അവസാന നിമിഷമാണ് അറിയുന്നത്. ഇരുവരും ഗേറ്റിലെത്തിയപ്പോഴേക്കും വിമാനം പുറപ്പെട്ടിരുന്നു. ഗേറ്റ് അടച്ചുപൂട്ടി. ഇയാളെ കണ്ടപ്പോൾ തന്നെ ഗേറ്റ് കീപ്പർ ഗേറ്റ് അടച്ചുപൂട്ടിയാണ് മൂപ്പര് സ്ഥലം വിട്ടു. അവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇരുവരും ഗേറ്റിലെത്തിയപ്പോഴേക്കും വിമാനം പുറപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുന്ന കാര്യം കേരള ഹൗസ് പ്രോട്ടോകോൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇൻഡിഗോ വിമാന കമ്പനി അധികൃതരെ അറിയിക്കാത്തതാണ് ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് എന്നാണ് വിവരം. അതേസമയം യാത്രാ വിവരം വിമാന കമ്പനിയെ അറിയിച്ചിരുന്നുവെന്നും ബോർഡിംഗ് ആരംഭിച്ച കാര്യം അറിയിക്കുന്നതിൽ കമ്പനിക്ക് പിഴവ് വന്നെന്നുമാണ് കേരള ഹൗസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടി ഇന്ന് തുടർ നടപടി തീരുമാനിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തുടർ നടപടി അല്ലേ? CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ ഡൽഹിയിൽ എത്തിയിരുന്നത്. ലോഞ്ചിൽ വിശ്രമിക്കുന്ന VIP യാത്രക്കാരെ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് കമ്പനിക്കാർ അറിയിക്കാറുണ്ട്. കമ്പനി ജീവനക്കാരനും ഇവരെ അനുഗമിക്കുന്നതാണ് പതിവ്. പക്ഷെ ഇയാളുടെ കൂടെ ആരും എന്താ പറയാ അനുഗമിക്കില്ല എന്ന്. ഇയാളെ അനുഗമിക്കുന്നത് ആൾക്കാർക്ക് വട്ടുണ്ടോ? അപ്പൊ ഏതായാലും അങ്ങനെ പിണറായി വിജയന്റെ ഗതികെട്ട വിജയൻ അല്ലേ? നനഞ്ഞ കോഴി, നിലാവത്തിറക്കിയിട്ട കോഴി. എന്റെ അന്തംഗമികളെ, നിങ്ങൾക്ക് വേറെ നേതാക്കന്മാരൊന്നും ഇല്ലടോ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.